ഇതാണ് ന്യൂയോർക്ക് സെൻട്രൽ പാർക്ക്. ഈ ഒരു നഗരത്തിന്റെ ശ്വാസകോശമായി അറിയപ്പെടുന്ന ഈ ഒരു സെൻട്രൽ പാർക്കിൽ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ഉള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ റെസിഡൻസ് ആയ ആളുകൾക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യവും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരം, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതൊക്കെ ഓരോ ഫാമിലികൾ സ്പോൺസർ ചെയ്തതാണ്. ഇൻ മെമ്മറി ഓഫ് ഡോറിൻ ആൻഡ് മാർട്ടിൻ. അങ്ങനെ ഓരോരുത്തരുടെയും മെമ്മറിയിലൊക്കെയാണ് ഈ ഒരു ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പാർക്കിലൂടെ വെറുതെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസം, നല്ല തണുപ്പുണ്ട്, നല്ല ക്ലൈമറ്റാണ്. മഴയൊക്കെ പോയി, മഴ വന്നപ്പോൾ ആകെ പേടിച്ചിരുന്നു ആകെ കുളമാവുമോ എന്നുള്ളത്. പക്ഷെ മഴയൊക്കെ പോയി, നല്ലൊരു ക്ലൈമറ്റും ഒക്കെയാണ്. നല്ല പച്ചപ്പ്, ഇത്രയും വലിയൊരു സിറ്റീൻ്റെ നടുക്ക് ഇത്രയും പച്ചപ്പുള്ള ഒരു സ്ഥലം ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതൊക്കെയാണ് ഈ സിറ്റിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നല്ല പൂവൊക്കെ ഉള്ള കുറേ മരങ്ങളുണ്ട് അവിടെ. ഭംഗിയുള്ള മരങ്ങൾ. ഇത്രയും ഭംഗിയുള്ള സ്ഥലം. ഇവിടെ പട്ടികളെ കളിപ്പിക്കുന്നുണ്ട് ഇവിടെ. പൂവൊക്കെ വീണ് കിടക്കുന്നു നിലത്ത്. വാവ്, രസമായിട്ടുണ്ട്. വലിയൊരു തടാകമുണ്ട് ഇവിടെ, മനോഹരമായിട്ടുള്ളൊരു തടാകം. തടാകത്തിന് ചുറ്റും മരങ്ങൾ. മാർഗരിറ്റ ഡെലാക്കോട്ട് മെമ്മോറിയൽ. ആലിസ് ഇൻ വണ്ടർലാൻഡിൻ്റെ മോഡലിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മെമ്മോറിയലാണ്. കൊച്ചു വന്നിട്ട് അതിനടുത്ത് കളിക്കുന്നുണ്ട്. ഓയ് അനേകം അവന്യൂകളും സ്ട്രീറ്റുകളും ഒക്കെ ആയിട്ടാണ് ഇവിടെയുള്ള ഓരോരോ സ്ട്രീറ്റുകളെ തരംതിരിച്ചിരിക്കുന്നത്. ഓരോരോ ഭാഗങ്ങളിലും അതിന് ബോർഡും നമുക്ക് കാണാം. പല സ്ഥലങ്ങളിലും ഗ്രീൻ കളർ ബോർഡും അതുപോലെ തന്നെ കോഫി ബ്രൗൺ കളറിലുള്ള ബോർഡുകളും നമുക്ക് കാണാം. പൈതൃകമായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ട്. അത് ഉൾപ്പെടുന്ന അവന്യൂവിനോ അല്ലെങ്കിൽ അത് ഉൾപ്പെടുന്ന സ്ട്രീറ്റിന് കോഫി ബ്രൗൺ കളറിലും, അതുപോലെ തന്നെ ന്യൂ ബിൽഡിങ്ങുകളൊക്കെ വരുന്നതും കൺസ്ട്രക്ഷൻ അലൗ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലുമുള്ള ബോർഡുകളൊക്കെ ഗ്രീൻ കളറിലുമാണ്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ ടവറാണ്. അതായത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ട്രംപ് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു ട്രംപ് താമസിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ടവറിന്റെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഈ ട്രംപ് ടവറുകൾ കാണാൻ പറ്റും. അത് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ടവറുകളാണ്. വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു ഈ ഒരു അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി. ന്യൂയോർക്കിലെ ഏറ്റവും വലിയ കാത്തലിക് ചർച്ചിന് മുന്നിലൂടെയാണ് ഇപ്പൊ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ചർച്ച് തന്നെയാണ്. ഈ ആകാശം മുട്ടുന്ന ബിൽഡിങ്ങുകൾക്കിടയിൽ ഇപ്പോൾ അതൊരു വലിപ്പം നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അതിലും വലിയ ഒരുപാട് ബിൽഡിങ്ങുകളാണ് ചുറ്റിലുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാത്തലിക് ചർച്ച് തന്നെയാണിത്. ന്യൂയോർക്കിലെ ക്രിസ്മസ് ആഘോഷം വളരെ ഫേമസ് ആണ്. അവിടെയുള്ള ഒരു ക്രിസ്മസ് ട്രീ വളരെ ഫേമസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കാറ്. ക്രിസ്മസ് സമയത്ത് ഈ ഒരു ക്രിസ്മസ് ട്രീ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ക്വയറാണ് ഈ ഒരു ഭാഗം. വളരെ മനോഹരമായിട്ട് അലങ്കരിക്കപ്പെട്ട ഈ ഒരു ഭാഗത്താണ് ആ വലിയ ക്രിസ്മസ് ട്രീ സ്ഥാപിക്കാറും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഭാഗത്താണ്.
അങ്ങനെ വളരെ വിഖ്യാതമായിട്ടുള്ള ന്യൂയോർക്കിലെ പല പ്രദേശങ്ങളും കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ബസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ അവന്യൂകളും ഒക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വലിയൊരു തിയേറ്ററാണ്. 5500ഓളം ആളുകൾക്ക് ഒരുമിച്ച് സിനിമ കാണാൻ പറ്റിയ ഒരു വലിയ തിയേറ്റർ. ന്യൂയോർക്കിലെ തന്നെ ഏറ്റവും വലിയൊരു തിയേറ്ററാണിത്. ആ തിയേറ്ററിന്റെ മുന്നിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ലോകത്തിന്റെ തന്നെ അത്ഭുതമായ ഏറ്റവും ഉയരം കൂടിയ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന്റെ ചുവട്ടിലൂടെയാണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന്റെ മുന്നിലാണ്. എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന്റെ താഴെയാണ് ഇപ്പോൾ ഉള്ളത്. കാണുന്നതാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്. ഇതാണ് 5th അവന്യൂ എന്ന് പറയുന്ന ന്യൂയോർക്കിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം. നമ്മുടെ തൊട്ടടുത്ത് കാണുന്നതാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്. ഏറ്റവും ഒരു 40 വർഷത്തോളം കാലം ന്യൂയോർക്കിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്. അതിനുശേഷമാണ് പുതിയ ബിൽഡിങ്ങുകളൊക്കെ, കൂടുതൽ ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ വന്നിരിക്കുന്നത്. നല്ല ബിസി സ്ട്രീറ്റാണ്. അപ്പോൾ നമുക്ക് കാണാം ഈ റോഡ് സൈഡിലൊക്കെ റോഡിന് മുകളിൽ തന്നെ കുറേ കടകളൊക്കെ ആരംഭിച്ചതായിട്ട് കാണാം. ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു അവന്യൂ ആണ് 5th അവന്യൂ. ആൻഡ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള അവന്യൂ ആണ് 5th അവന്യൂ. നമ്മളിപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ബ്രൂക്ലിൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ന്യൂയോർക്കിലെ പ്രസിദ്ധമായിട്ടുള്ള ബ്രൂക്ലിൻ ബ്രിഡ്ജ്, അതാണ് ഇനി കാണേണ്ടതുള്ളത്. അതിന് വേണ്ടിയിട്ടായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. റോഡൊക്കെ ശ്രദ്ധിച്ച് തന്നെ ക്രോസ് ചെയ്യണം, അല്ലെ പണി കിട്ടും. നമ്മുടെ നാടല്ല. നോക്കുക, ഇതാണ് അതിപ്രസിദ്ധമായിട്ടുള്ള ബ്രൂക്ലിൻ ബ്രിഡ്ജ്. നമ്മൾ ഒരുപാട് പോസ്റ്ററുകൾ, പിക്ചറുകളിൽ, പരസ്യങ്ങളിൽ ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്ന ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണിത്. വാവ്. ഇതിനടുത്ത് തന്നെ അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത മറ്റൊരു ബ്രിഡ്ജ് കൂടിയുണ്ട്, നമുക്കിവിടെ കാണാം. നല്ലൊരു ഏരിയ തന്നെയാണ്, ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. എല്ലാം ഒരു ഇംഗ്ലീഷ് കൺസ്ട്രക്ഷൻ തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ കൺസ്ട്രക്ഷൻ രീതി തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് പാലത്തിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഇതിൻ്റെ തൂണുകൾ ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത് ഇരുമ്പ് തന്നെയാണ്. മറ്റേ ബ്രൂക്ലിൻ ബ്രിഡ്ജിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് കല്ലുകളാണ്. കല്ലുകൾ കൊണ്ട്, കരിങ്കല്ലുകൾ കൊണ്ട്, കോൺക്രീറ്റ് കൊണ്ടുമാണ് ആ ഒരു ബ്രിഡ്ജ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഒരു പാളത്തിലൂടെ ട്രെയിന് പോകുന്നത് നമുക്ക് കാണാം. മെട്രോ ട്രെയിനാണ് ഇവിടുത്തെ. നമ്മൾ സ്പൈഡർമാൻ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ട്രെയിന് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സ്പൈഡർമാൻ പോകുന്നതൊക്കെ. ലാസ്റ്റ് പാലം പൊട്ടിയിട്ട് വീഴുന്നതും ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടിട്ടുണ്ട് സിനിമകളിലൊക്കെ. ഒരുപാട് ഹോളിവുഡ് മൂവികളിൽ താരമായിട്ടുള്ള പാലങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിരപരിചിതമായ സ്ഥലങ്ങളെപ്പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെയാണ് അനേക ഹോളിവുഡ് മൂവികളിൽ നമ്മളിതൊക്കെ കണ്ട് പരിചയിച്ച സ്ഥലങ്ങൾ തന്നെയാണ്. ഈ റോഡുകളായാലും അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളായാലും അതുപോലെ പാലങ്ങളായാലും എല്ലാം. ഒരുപാട് ആളുകൾ ചൂണ്ടലിടുന്നത് കാണാം. ചൂണ്ടൽ നമ്മൾ തുർക്കിയിൽ കണ്ടതുപോലെ ചൂണ്ടൽ ഇവിടെ ഒരു പരിപാടി തന്നെയാണ് ആളുകളുടെ. പക്ഷേ അത്രത്തോളം ഇല്ല. പ്രൊഫഷണൽ ചൂണ്ടയിടുന്ന ആളുകളാണ്. ഇതാണ് മാൻഹാട്ടൻ ബ്രിഡ്ജ്. ഇതിന് അടിയിലൂടെ, ഇത് 2 നിലയാണ്. അടിയിലൂടെ മെട്രോ ട്രെയിൻ പോകുന്നത് കാണാം. മുകളിലൂടെ പിന്നെ നമ്മുടെ സാധാരണ ബസ്സും കാറും ഒക്കെ പോകുന്നത് കാണാം. 2 ഗതാഗത സംവിധാനങ്ങൾ ഒരേ ഒരു
പാലത്തിൽ ഒരുക്കിയതാണ് മാൻഹാട്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ ട്രെയിന് പോകുന്നില്ല. ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഒറ്റ നിലയേ ഉള്ളൂ. ഒരു നിലയിൽ മാത്രമായിട്ട് വാഹനങ്ങൾ പോവുകയാണ്. ഇതിൽ 2 നിലയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ അടുത്ത് തന്നെ അതിൻ്റെ ഷിപ്പ് യാർഡൊക്കെ കാണാം നമുക്ക്. മാൻഹാട്ടൻ്റെ 2 ഭാഗങ്ങളെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജുകളാണ് ഈ രണ്ടും. ഈ ഒരു പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ രീതിയാണ് ഇതെല്ലാം. ഇരുമ്പിൻ്റെ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ പാലങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അതിൻ്റെ വൈദ്യുതീകരിച്ച മോഡലും അതുപോലെ തന്നെ വാട്ടർ പൈപ്പുകളും എല്ലാം ഇതിനകത്ത് കാണാം. ഇത് വലിയൊരു സംഭവം തന്നെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്പീഡ് ബോട്ടുണ്ട് പോകുന്നു, ക്രൂയിസർ ബോട്ടാണ്. ഭയങ്കര ശബ്ദമാണ് ഈ മെട്രോ ട്രെയിൻ പോകുന്ന സമയത്ത്. ഈ ഒരു ബ്രിഡ്ജിലൂടെ, മാൻഹാട്ടൻ ബ്രിഡ്ജിലൂടെ ഭയങ്കര ശബ്ദമാണ്. ഒന്നാമത് ഇരുമ്പിൻ്റെ പാലവും അത്രയും വെയിറ്റുള്ള വണ്ടി പോകുമ്പോഴും എല്ലാം കൂടി നല്ലൊരു ശബ്ദം, ഭയങ്കര ശബ്ദം വരുന്നുണ്ട്. ഇവിടുത്തെ മെട്രോ അണ്ടർഗ്രൗണ്ടാണ്. അണ്ടർഗ്രൗണ്ടിൽ നിന്ന് നേരിട്ട് കണക്ട് ചെയ്തായിരിക്കും ഈ പാലത്തിലേക്ക്. പാലം എൻഡ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് സൈക്കിൾ പാത്താണ് റോഡിൻ്റെ. ഇതിലൂടെ സൈക്കിളുകൾക്കാണ് പോകാനുള്ള പെർമിഷൻ. വർഷങ്ങളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇനി അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു പ്രദേശത്തേക്കുള്ള യാത്രയിലാണ്. ടൈം സ്ക്വയർ. ഇതാണ് മാൻഹാട്ടൻ ബ്രിഡ്ജിന്റെ എൻട്രൻസ് ഭാഗം വരുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടൈം സ്ക്വയറിലേക്കാണ്. ഒരുപാട് LED വാളുകളൊക്കെ നിറഞ്ഞുകൊണ്ട് ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ഭാഗമാണ് ടൈം സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മനോഹരമായിട്ടുള്ള പച്ച പുതച്ച ടൗൺഷിപ്പുകൾ കടന്നുകൊണ്ട് തന്നെയുള്ള യാത്രയാണ്. പ്രസിദ്ധമായിട്ടുള്ള ടൈം സ്ക്വയറിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒരുപാട് ഹോളിവുഡ് ചിത്രങ്ങളിലും നമ്മൾ കണ്ട് പരിചയിച്ച ടൈം സ്ക്വയർ ആണിത്. സ്പൈഡർമാൻ ചിത്രത്തിൽ സ്പൈഡർമാൻ തൂങ്ങി ആടി നടന്നിരുന്ന സ്ഥലമാണ് ഈ ടൈം സ്ക്വയർ എന്ന് പറയുന്നത്. ഒരുവിധ ഹോളിവുഡ് ചിത്രങ്ങളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്.